ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് വിശദമായി. കൈവെട്ട് കേസിലെ ഒന്നാം പ്രതി സവാദിനെ പ്രൊഫസർ ടി ജെ ജോസഫ് തിരിച്ചറിഞ്ഞു. ടി ജെ ജോസഫിന് പുറമെ മകൻ മിഥുൻ ടി ജോസഫ്, സഹോദരി സിസ്റ്റർ സ്റ്റെല്ല എന്നിവരും തിരിച്ചറിയൽ പരേഡിൽ പങ്കെടുത്തു. പൗരൻ എന്ന നിലയിൽ തന്റെ കടമ നിർവഹിച്ചു. താൻ ഇരയാണ്. ശിക്ഷ തീരുമാനിക്കേണ്ടത് കോടതിയാണെന്നും ടി ജെ ജോസഫ് പറഞ്ഞു. ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്തു. പൗരനെന്ന നിലയിൽ സമൻസ് വന്നു, കോടതിയിൽ സമൻസ് വന്നു. അപ്പോൾ വന്ന് തിരിച്ചറിഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ അകത്ത് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈ രാജ്യത്തെ നിയമ വ്യവസ്ഥ അനുസരിച്ച് മുന്നോട്ട് പോകും. ഇനിയിപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള ഒരു ജോലിയും കൂടെ ഉള്ളത്, ഡ്യൂട്ടി എന്നുള്ളത് ഇത് വിചാരണയ്ക്ക് വരുമ്പോൾ, കേസ് കോടതിയിൽ വരുമ്പോൾ സാക്ഷി പറയേണ്ടി വരും. അതോടുകൂടി ഈ കേസുമായിട്ടുള്ള എൻ്റെ എല്ലാ ബന്ധങ്ങളും തീരും. ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്തു. നവമി ദിനേശ് ചേരുന്നു വിവരങ്ങളുമായി. നവമി, ഈ തിരിച്ചറിയൽ പരേഡ് അത് എപ്പോഴായിരുന്നു? ഈ തിരിച്ചറിയൽ പരേഡിന് ശേഷം ടി ജെ ജോസഫിന്റെ പ്രതികരണം കേട്ടുവെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഒരു ശരീരഭാഷയിൽ നിന്ന് വ്യക്തമായത് എന്താണ്? എൽദോ, കൈവെട്ട് കേസിൽ ടി ജെ ജോസഫിന്റെ കൈവെട്ടിയ കേസിലെ ഒന്നാം പ്രതിയാണ് സവാദ്. സവാദിനെ 13 വർഷത്തിന് ശേഷമാണ് കസ്റ്റഡിയിലെടുത്തത്. കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്യുകയായിരുന്നു. അതിനിടയിൽ തന്നെ ഈ തിരിച്ചറിയൽ പരേഡ് അടക്കം പൂർത്തിയാക്കേണ്ടതുണ്ട്. കാരണം ഈ 13 വർഷത്തിന് ശേഷം പിടികിട്ടിയ പ്രതിയാണ്. അതുകൊണ്ട് ഈ ടി ജെ ജോസഫും കുടുംബവും അയാളെ തിരിച്ചറിയേണ്ടതുണ്ട്. അതിന്റെ പിന്നാലെയാണ്, കോടതിയുടെ ഉത്തരവിന് പ്രകാരമാണ് ഇന്ന് തിരിച്ചറിയൽ പരേഡിനായി ഇവരെത്തിയത്. എന്തായാലും ടി ജെ ജോസഫും മകൻ മിഥുൻ ടി ജോസഫും സഹോദരി സിസ്റ്റർ സ്റ്റെല്ല എന്നിവരാണ് തിരിച്ചറിയൽ പരേഡിൽ എത്തിയത്. എന്തായാലും 3 പേരും ഈ പ്രതിയെ സവാദിനെ തിരിച്ചറിഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ടി ജെ ജോസഫ് അതിനുശേഷം ഈ തിരിച്ചറിയൽ പരേഡിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. പൗരൻ എന്ന നിലയിൽ തന്റെ കടമ നിറവേറ്റിയിരിക്കുന്നു. താൻ ഇര മാത്രമാണ്. ശിക്ഷ തീരുമാനിക്കേണ്ടത് കുറ്റവാളിയാണ്. വിചാരണ വേളയിൽ കോടതിയിൽ സാക്ഷിമൊഴി നൽകിയാൽ തന്റെ ഉത്തരവാദിത്വം കഴിഞ്ഞുവെന്നും ടി ജെ ജോസഫ് പറയുകയും ചെയ്തു. എന്തായാലും തിരിച്ചറിയൽ പരേഡ് പൂർത്തിയായിരിക്കുകയാണ്. ഇനി കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടത് അന്വേഷണ സംഘത്തിന്റെ ചുമതല കൂടിയാണ്. അതുകൊണ്ട് ഇനി പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. അതിനുശേഷം തെളിവെടുപ്പ് അടക്കം പൂർത്തിയാക്കാനാണ് പോലീസിന്റെ തീരുമാനം. കാരണം ഇത്രയും വർഷം കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ തെളിവുകൾ ശേഖരിക്കുക, കൃത്യമായിട്ടുള്ള പ്രതിക്കെതിരെയുള്ള തെളിവുകൾ ശേഖരിക്കുക. അന്ന് ഉപയോഗിച്ച, അതായത് ഈ കൈ വെട്ടാൻ ഉപയോഗിച്ച മഴു അടക്കമായിരുന്നു സവാദ് കൊണ്ടുപോയത്. ഇതടക്കം കണ്ടെത്തേണ്ടതുണ്ട്. അതൊക്കെ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യം കൂടിയാണ്. എങ്കിൽ പോലും കൃത്യമായിട്ടുള്ള ഒരു ശിക്ഷ സവാദിന് മേടിച്ചു നൽകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പഴുതടച്ച ഒരു അന്വേഷണം തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നത്. എന്തായാലും ടി ജെ ജോസഫും കുടുംബവും ഇന്നെത്തി. മകനും സഹോദരിയും ഉണ്ടായിരുന്നു തിരിച്ചറിയൽ പരേഡിന്. ഇവർ 3 പേരും സവാദിനെ തിരിച്ചറിഞ്ഞു എന്നാണ് പറയുന്നത്. ബാക്കി NIA കയ്യിലാണ്. ബാക്കി നടപടികൾ, അന്വേഷണങ്ങൾ, പരിശോധനകളൊക്കെ ഇനി തുടർ ദിവസങ്ങളിലും ഉണ്ടാകും. നവമി പറഞ്ഞതിനാണ് വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് ഈ തെളിവെടുപ്പ് നടത്താൻ വേണ്ടി പോകുന്നത് അന്വേഷണ സംഘം. ഒരു പക്ഷേ ഇത് ആദ്യഘട്ടം എന്ന നിലയിൽ തിരിച്ചറിയൽ പരേഡ് നടത്തുന്നു. ഇനി പ്രതിയെ എത്തിച്ച് തെളിവെടുക്കുക എന്നുള്ളതൊക്കെ ഈ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ഒരു കീറാമൊട്ടി തന്നെയാണ്. കാരണം സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട്, കാലം ഇത്രയും കഴിഞ്ഞു, അതിൽ ഒരുപാട് മാറ്റങ്ങൾ. അപ്പോൾ ഈ അന്വേഷണ സംഘം എങ്ങനെയാണ് ഒരു പദ്ധതി തയ്യാറാക്കുന്നത്? എൽദോ, 13 വർഷത്തിന് ശേഷമാണ് ഈ ഒന്നാം പ്രതി, അതായത് ടി ജെ ജോസഫിന്റെ മഴ ഉപയോഗിച്ച് കൈ വെട്ടിയ ഒന്നാം പ്രതി സവാദിനെയാണ് 13 വർഷങ്ങൾക്ക് ശേഷം പിടികൂടിയത്. ഇത് സവാദ് തന്നെയാണോ എന്ന് ഉറപ്പിക്കേണ്ടതായിരുന്നു ആദ്യത്തെ ഘട്ടം. അതിനായാണ് ഇത്തരത്തിലൊരു തിരിച്ചറിയൽ പരേഡ് നടത്തിയത്. ടി ജെ ജോസഫ് ആദ്യകാലത്ത് തന്നെ പറഞ്ഞിരുന്നു, ഒന്നാം പ്രതിനെ തന്റെ കൈവെട്ടിയ ആളെ എവിടെ കണ്ടാലും താൻ തിരിച്ചറിയുമെന്ന്. ആ ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇന്നത്തെ തിരിച്ചറിയൽ പരേഡിനും ടി ജെ ജോസഫും സഹോദരിയും മകനും എത്തിയത്. കാരണം ആ സംഭവ സമയത്ത്, ഈ കൈവെട്ടിയ സമയത്ത് സഹോദരി ഒപ്പമുണ്ടായിരുന്നു.
മകൻ വീട്ടിൽ നിന്നും ഓടി വരുന്നു. ഇവരെല്ലാവരും ഈ സവാദിനെ കണ്ടതാണ്. ആ ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇന്ന് തിരിച്ചറിയൽ പരേഡിന് ഇവർ 3 പേരും എത്തിയിരിക്കുന്നത്. എന്തായാലും ആ ഒരു ഘട്ടത്തിൽ ഇവർ തിരിച്ചറിഞ്ഞിരുന്നു, സവാദിനെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇനി അന്വേഷണ സംഘത്തിന്റെ മുന്നിലുള്ള വെല്ലുവിളി ഒന്ന് ഈ മഴു കണ്ടെത്തുക എന്നതാണ്. കൈവെട്ടാൻ ഉപയോഗിച്ച മഴു അത് സവാദ് എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്, അതോ വലിച്ചെറിഞ്ഞ് 13 വർഷമായി അത് കണ്ടെത്തുക എന്നുള്ളത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് വളരെ ദുഷ്കരമായ കാര്യമാണ്. മറ്റൊന്ന് സവാദ് എവിടെയൊക്കെയാണ് പോയത് അത് കണ്ടെത്തേണ്ടതുണ്ട്. ആലുവ വരെ ഈ സംഭവം നടന്ന ശേഷം ആലുവ വരെ മാത്രമാണ് സവാദ് പോയതെന്നായിരുന്നു അന്ന് അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞത്. പിന്നീട് സവാദ് എവിടെയൊക്കെ പോയി, ആരുടെയൊക്കെ സഹായം കിട്ടി, ഇതെല്ലാം സവാദിൽ നിന്ന് തന്നെ കൃത്യമായി ലഭിക്കണം. എങ്കിൽ പോലും ഇതിന്റെ കൃത്യമായിട്ടുള്ള ഒരു തെളിവ് കണ്ടെത്തുക എന്നുള്ളതാണ് ഇനി അന്വേഷണ സംഘത്തിന്റെ മുന്നിലുള്ള വെല്ലുവിളി. ഇതിനുവേണ്ടി വലിയൊരു പദ്ധതി തന്നെയാണ് അന്വേഷണ സംഘവും തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. എൽദോ. ശരി, നോമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. TJ ജോസഫ് കൈവെട്ട് കേസിലെ 1-ാം പ്രതി സവാദിനെ തിരിച്ചറിഞ്ഞു എന്നാണ് മനസ്സിലാക്കേണ്ടത്. തിരിച്ചറിയൽ പരേഡിൽ മകനും സഹോദരിയും TJ ജോസഫിനൊപ്പം ഉണ്ടായിരുന്നു.